ഹലോ ഗൈസ്, അങ്ങനെ ഇന്ന് പെരുന്നാളായിട്ട് തന്നെ രാവിലെ 7 മണിയപ്പോൾ ഈദ് കാണാനായിട്ട് പോവാണ്ട് ഞാനും ഉമ്മയും ഉപ്പി എല്ലാവരും. അങ്ങനെ അവിടെ എത്തിയതേ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ ഉടൻ തന്നെ ലഡും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാരെ കണ്ടപ്പോൾ ഇപ്പോൾ എല്ലാവരും നല്ല പുതിയ വസ്ത്രങ്ങളിൽ വന്ന് നല്ല രസമായിരുന്നു എല്ലാവരും ഇങ്ങനെ പരിചയപ്പെടാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പള്ളി ഈദ്ഗാ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഉടൻ തന്നെ വീട്ടിലോട്ട് വിട്ടു. അങ്ങനെ വീട്ടിലെത്തിയ ഉടൻ തന്നെ ആള് പെരുന്നാ പൈസയും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. പിന്നെ തറവാട്ടില് മൂത്തമ്മാന്റെ അമ്മായിന്റെ ഒക്കെ വീട്ടിൽ പോയിട്ടോ. പിന്നെ അവിടുത്തെ പൂച്ചനെ കുറച്ചു നേരം ശല്യം ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് അമ്മായി നല്ല പുഡിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് മെല്ലെ ഇറങ്ങിട്ടോ. വീട്ടിലെത്തിയ ഉടൻ തന്നെ ഉമ്മ പെരുന്നാ പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെരുന്നാ പൈസയൊക്കെ കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ. അതിനിടയ്ക്ക് നമുക്ക് ഇന്ന് പൊരിക്കാനുള്ള ചിക്കൻ ഫ്രൈയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ ഫ്രൈയിനുള്ള മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. സാധാരണ നമ്മളെ പണ്ടൊക്കെ ഉമ്മമ്മ ഇപ്പൊക്കെ കാലത്ത് രാവിലെ നമ്മളെ തറവാട്ടിലെത്തി രാവിലെ പള്ളി കഴിഞ്ഞ ഉടനെയാണ് കേട്ടോ ഫുഡ് കഴിക്കുക. പക്ഷെ ഇപ്പം നമ്മളിവിടെ ഓൾമോസ്റ്റ് സിസ്റ്റൊക്കെ മാറി എല്ലാവരും ഒരു ഉച്ചയാവാൻ നേരത്താണ് ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. പള്ളിയിലൊക്കെ പോയി വന്നതേ ഉച്ചക്കൊരു 12 മണിയാകുമ്പോൾ ഞങ്ങൾ ബിരിയാണി എല്ലാവരും കഴിക്കും. അങ്ങനെ ചിക്കൻ ഫ്രൈയും പപ്പടമൊക്കെ പൊരിക്കുന്നതിൻ്റെ ഇടയിൽ ചേച്ചി അവിടെ നമുക്ക് ഫ്രൂട്ട്സ് എല്ലാണ്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് തരുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ ഇവിടെ പാട്ടൊക്കെ ഇട്ട് വൈബാക്കുകയാണ് കേട്ടോ ഒരാള്. അങ്ങനെ അതിനിടയ്ക്ക് ഞങ്ങൾ രണ്ടാളും കൂടെ പോയി ഒരു വാഴൻ്റെ ഇലയൊക്കെ പറിച്ചു കൊണ്ടുവന്നു. ഇന്നൊരു വെറൈറ്റി ഒക്കെ വാഴൻ്റെ ഇലയിൽ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ദമ്മ് പൊട്ടിച്ച് സെർവ് ചെയ്യാൻ തുടങ്ങി. ഇന്ന് നമ്മൾ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയും പപ്പടം ചിക്കൻ ഫ്രൈ പിന്നെ പുളിയിഞ്ചിയും തൈരൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് തന്നെ വീട്ടിലത്തെ ചെറിയ ആക്കന്നെ വിളമ്പി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പെരുന്നാളിൻ്റെ രസം എന്ന് പറഞ്ഞാൽ തന്നെ രാവിലെ പള്ളിയിൽ പോവലും അതേപോലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കലൊക്കെയാണ് കേട്ടോ. പിന്നെ കുടുംബക്കാരെല്ലാവരും കാണലെല്ലാം കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറച്ചത് അടുത്ത ഫ്രൂട്ട് സലാഡിനുള്ള ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതും എല്ലാവർക്കും സെർവ് ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ ഉടനെ എല്ലാവരും നല്ലൊരു ഉറക്കം തുടങ്ങിട്ടോ. പിന്നെ വൈകുന്നേരം എണീറ്റപ്പോൾ വീണ്ടും അടുത്ത ബിരിയാണി. ഇതാട്ടോ പെരുന്നാളിന് രാവിലെയും ഉച്ചക്കും വൈകുന്നേരമൊക്കെ മിക്കവാറും വീടുകളിൽ ഈ ബിരിയാണി തന്നെയാണ് കേട്ടോ കഴിക്കുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഒരു ഉറക്കത്തിനൊക്കെ ശേഷം മൈജിയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഫോൺ റിപ്പയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി എത്തിയപ്പോൾ തറവാട്ടിൽ പടക്കവും പൂത്തിരിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളും എല്ലാവരും വന്നതേ ഞങ്ങൾ പൂത്തിരിയും പടക്കമൊക്കെ പൊട്ടിച്ചിട്ടോ. അങ്ങനെ അതിനിടയ്ക്ക് എനിക്കും ഒരു പൂത്തിരിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂത്തിരിയും പടക്കൊക്കെ പൊട്ടിച്ചിട്ട് കസിൻസിനോടൊക്കെ കുറേ നേരം സംസാരിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിൽ പോയ ഉടൻ തന്നെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ പെരുന്നാൾ ദിവസത്തെ കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ അത്.